സദാചാരത്തിന് കൗണ്ട് ഡൗൺ. നിങ്ങൾ ഡൗൺ ടൗൺ ഹോട്ടല് സദാചാര വിരുദ്ധമായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പൊളിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ പൊളിക്കേണ്ടത്, ആദ്യം പ്രശ്നം ഉണ്ടാക്കേണ്ടത് കർണാടക നിയമസഭയിലായിരുന്നു. എന്താണ് കാരണമെന്നറിയാമോ? ബിജെപിയുടെ കുറച്ച് MLA-മാർ അശ്ലീല ചിത്രങ്ങൾ, പോൺ വീഡിയോസ് ഈ നിയമസഭയ്ക്കുള്ളിൽ ഇരുന്ന് കണ്ടു. അതാണ് കാരണം. ഈ വിഷയം കോഴിക്കോടുള്ള ഞങ്ങളുടെ യുവമോർച്ച പ്രവർത്തകർ കൈകാര്യം ചെയ്ത വിഷയമാണ്. ഞങ്ങൾക്ക് കർണാടകയിൽ പോയി അടിച്ചു പൊളിക്കാൻ വേണ്ടി കോഴിക്കോടുള്ള ആളുകൾക്ക് സാധിക്കില്ല. നിങ്ങൾ ചോദിച്ചത് കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇപ്പോഴും വളരെ ലാഘവത്തോടു കൂടിയ ഒരു ചുംബനം എന്നുള്ള വിഷയത്തിലേക്കൊക്കെയാണ് കടന്നു ചെന്നിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള വിഷയം, ഞാൻ പറഞ്ഞു, പെൺപാണിപ്പവും പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയം അവിടെ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഉയർത്തി വന്നിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു വീണ്ടും. നിങ്ങൾക്ക് അവിടെ ജയ്ഹിന്ദ് ചാനൽ നൽകിയ ദൃശ്യങ്ങൾക്കപ്പുറം എന്ത് തെളിവാണുള്ളത്? ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകൾ ഞങ്ങൾ പോലീസ് DIG-ക്കും അതേപോലെ തന്നെ കമ്മീഷണർക്കും നൽകിയിട്ടുണ്ട്. ആ കേന്ദ്രങ്ങളുടെ പേര് വിവരങ്ങൾ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ നൽകും. പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള, പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലക്ക് പുറത്തുവിടാൻ യുവമോർച്ച സന്നദ്ധമാണോ? ചോദ്യം 1. 2, അതിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെ വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടോ എന്നറിയാനും പബ്ലിക്കിന് താല്പര്യം. പബ്ലിക്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. പൊതുജനങ്ങൾക്കിടയിൽ അന്വേഷിച്ച് നടപടി എടുക്കേണ്ടത് പോലീസാണ്. ആ ഉത്തരവാദിത്ത പോലീസുമായി രണ്ടാമത്തെ വിഷയം, ഏതാണ് ആക്രമിക്കുക എന്ന് അറിയാനും കൂടെ ആൾക്ക് പറ്റില്ല. സോളിഡാരിറ്റി പോലെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരാള് വിഷയങ്ങളെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള കോഴിക്കോട് ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാ മതസംഘടനകളുടെയും വിഭാഗത്തിലുള്ള പ്രതിനിധികൾ ഉണ്ടോ എന്നറിയാൻ സ്ഥാപനങ്ങൾ മാത്രമല്ല, ബീച്ച് മുതലായിട്ടുള്ള പാർക്കുകൾ അതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ല. ന്യൂനപക്ഷ വർഗീയ സംഘടനകളായാലും ഭൂരിപക്ഷ വർഗീയ സംഘടനയായാലും അവരോട് പൊതുസമൂഹം ഒരു നിലപാടുണ്ട്. അതിൽ നിന്നും പൊതുസമൂഹത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത്. പക്ഷേ എനിക്കറിയേണ്ട ചോദ്യം, ചുംബിച്ചുകൊണ്ട് സമരം നടത്തുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ട്? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ ഈ ചുംബന സമരങ്ങളായാലും ഏത് രീതിയിലുള്ള ഇത്തരം വൃത്തികെട്ട സമരങ്ങൾ നമ്മൾ ഒരിക്കലും യോജിക്കാൻ പാടില്ല. വൃത്തികെട്ട സമരമാണോ ചുംബന സമരം? തീർച്ചയായും. സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചുംബനം എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലേ, അമ്മ മകൾക്ക് നൽകുന്ന ചുംബനമല്ല. ഒരു പൊതുസമൂഹത്തില് ഒരു ചുംബനം ഞാൻ എന്റെ വിദ്യാർത്ഥിയായ സുജിത്തിനെ ഇവിടെ വെച്ച് ചുംബിച്ചാൽ താങ്കൾക്ക് കുഴപ്പമുണ്ടോ? ഇത് സത്യത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം ഇത്തരം ചുംബനങ്ങളെ അനുകൂലിക്കുമ്പോൾ, ചുംബനങ്ങളെ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്നതല്ല, ഇത്തരം ഒരു മുഖ്യധാര പ്രസ്ഥാനങ്ങൾ. അതാണ് സാർ പ്രധാനപ്പെട്ട ചോദ്യം. ചുംബനങ്ങൾ പരസ്യമായ സ്ഥലത്ത് വരുന്നത് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സുന്ദരായ ഒരു പെൺകുട്ടിയെ ചുംബിക്കാൻ ഒരു പുരുഷൻ ആഗ്രഹിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആ ഒരു വികാര പ്രകടനം നടത്താനുള്ള പൊതുവേദിയായി പബ്ലിക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതിനെ മാന്യമായി കാണാൻ പഠിക്കണം. അതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിലൊക്കെ വളരെ വിവാദമായ ഒരു സ്ത്രീയുടെ ഒരു വാട്സപ്പ് ക്ലിപ്പിംഗ് കണ്ടു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ചർച്ചയിൽ കേട്ടിരിക്കുന്നവരും എത്ര പേര് ഒരു കൗതുകത്തിനെങ്കിലും ഇതൊന്ന് കാണണ്ട, എന്റെ സദാചാരം നഷ്ടപ്പെടുമെന്ന് കാണാതിരുന്നിട്ടുണ്ട്? ഞാനത് കണ്ടിട്ടില്ല പ്രചരിക്കുന്ന കാര്യം അറിയാമായിരുന്നോ? അറിയാം. അതൊരു അശ്ലീലമാണെന്ന് അറിയാമായിരുന്നല്ലോ. അതുപോലെ എന്തൊക്കെ വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. ബീച്ചിലെ റെസ്റ്റോറന്റിൽ നമുക്ക് തടയാൻ പറ്റും. തടയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കൺസെൻഷ്വൽ സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിനെ സുന്ദരിയായി കണ്ടാൽ ഓടി ചുംബിക്കാനുള്ള അവകാശം ആരും കൊടുത്തിട്ടില്ല. മറിച്ച് ഒരു പെൺകുട്ടിക്ക് അയാളെ ചുംബിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചുംബിക്കുവാനുള്ള അവകാശം എവിടെ വെച്ചായാലും ആ പെൺകുട്ടിക്കുണ്ട്. 2, എനിക്ക് കിസ് ഓഫ് ലവിന്റെ ഓർഗനൈസേഴ്സിനോട് ചോദിക്കാനുള്ളത്, ചുംബനം എന്ന് പറയുന്നത് ഒരമ്മ കുഞ്ഞിന് നൽകുന്നത് ചുംബനമാണെന്ന് പറയുമ്പോൾ അതിന് പിറകിൽ പ്രവർത്തിക്കുന്ന മൊറാലിറ്റി എന്താണ്? അതും ഒരു മൊറാലിറ്റി തന്നെയല്ലേ? ഇത് വെറും പ്രതീകം മാത്രമാണ്. ഞങ്ങൾ ശരിക്കും ചുംബിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വന്ന് കെട്ടിപ്പിടിച്ച് മതി. അങ്ങനെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്ന് പറയുന്ന സംഗതി, അതായത് മറയ്ക്കുള്ളിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞു ആ മറയ്ക്കുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് ചെയ്യുന്നില്ല എന്ന്. മറയ്ക്കുള്ളിൽ ചെയ്യുന്ന കാര്യത്തിന് ഇത്രയും സാങ്ക്ടിറ്റിയും സേക്രഡ്നെസ്സും ഇത്രയും പുണ്യമായ ഒരു പ്രവൃത്തിയാണ്. അതായത് ഒരു ദിവസം പോലും കാണാത്ത ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു രാത്രി കിടക്കുന്ന
ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് ഇന്ത്യൻ വിവാഹപ്രകാരം ഒരു രാത്രി ഒരാൺകുട്ടി കിടക്കുന്നത്. അതിലെന്ത് മാന്യതയുള്ളത്? അത് അശ്ലീലമല്ല. കാരണം അത് എന്ന് പറയുന്നത് നിയമപരമായി അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയനൊക്കെ സാങ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് അത് അശ്ലീലമല്ല. ഒരു ദിവസം പോലും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ കിടക്കുന്നത്, അത് മറയ്ക്കകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മറയ്ക്കകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് വിവാഹത്തിനകത്താണ്, പുറത്തല്ല. അത്തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിയമ സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറയ്ക്കുള്ളിൽ ഒന്നും മറക്കേണ്ടതാണോ ഇത്? ഒരു ദിവസത്തെ പരിചയം പോലും ഇല്ല എന്ന് പറയുന്നത് വിവാഹത്തെ കുറിച്ച് ആ കുട്ടിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതിന്റെ ഒറ്റ തെളിവാണത്. കാരണം ഒരു വിവാഹം നടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പരിചയവുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ഈ ലോകത്തെ എവിടെയാണെങ്കിലും ശരി വിവാഹം അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. വിവാഹം നടന്നിട്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് താങ്കൾ പറഞ്ഞത്. ഇന്ത്യയിൽ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യ അല്ലാതെ മേ ബി ഇന്ത്യയെ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ അല്ലാതെ വേറെ ഏത് രാജ്യത്താണ്? ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി പറയല്ലേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും വേറെ വേറെ താമസിക്കണം എന്നാണോ പറയുന്നത്? ഒരു ബീച്ചിലിരുന്ന് സംസാരിക്കാൻ, രാത്രി 12 മണിക്ക് ഒരു ആൺ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ ഭാര്യമാർക്ക് മാത്രമേ അവകാശമുള്ളൂ, കാമുകിമാർക്കും സഹോദരിമാർക്കും. അത് ഡൽഹിയിൽ പീഡനത്തിനിരയായി മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളോട് നിങ്ങൾ ആ ചോദ്യം ചോദിക്കണം. നട്ടപ്പാതിര സമയത്ത് കാമുകനോട് കൂടി യാത്ര ചെയ്ത ഒരു കുട്ടിയുടെ അവസ്ഥ നമ്മൾ ഡൽഹിയിൽ കണ്ടതാ. അന്ന് ഈ ചുംബന സമരം പോലെ നടക്കാൻ വേണ്ടി സമരം ചെയ്ത ആളുകൾ. ഞാൻ ലജ്ജിക്കുന്നു ഈ മറുപടിയിൽ. കാരണം എന്താണെന്നറിയോ? ഇപ്പോഴും ആ നിർഭയ എന്ന സ്ത്രീ കാമുകനോടൊപ്പം നടന്നതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന ധ്വനിയുണ്ട് താങ്കളുടെ ഈ എന്റെ സംശയം നിങ്ങൾ പറഞ്ഞു നട്ടപ്പാതിര സമയത്ത് 11 മണി സമയത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി അവര് പരിചയമില്ലാത്ത ആളുകൾ കടപ്പുറത്തോട് കൂടി നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നട്ടപ്പാതിര സമയത്ത് ഞാൻ സൂചിപ്പിച്ചു. ഈ സമൂഹത്തില് അനാചാരം നടത്തുന്ന ആളുകളുണ്ട്. നട്ടപ്പാതിര സമയത്ത് ഒരു സ്ത്രീയും പുരുഷനും ബീച്ചിൽ കൂടെ നടന്നാൽ ചില സമയത്ത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ചിന്തയുടെ കുഴപ്പമാണ്. ഇവിടെയുള്ളവര് അസഹിഷ്ണുതയും ഒക്കെ വെളിപ്പെടുത്തുന്നത് അവര് വളരെ ടെറിബിളി ഇൻസെക്യൂർ ആണ് എന്നുള്ളതാണ്. ആണുങ്ങൾക്ക് ഇത്ര അധികം എന്താ പറയാ ബേജാറ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ നട്ടപ്പാതിര അടിവര ഇട്ടുകൊണ്ട് പറയുന്നതിൽ ഒറ്റ കാര്യമേ അവർ പറയാൻ ശ്രമിക്കുന്നുള്ളൂ. അത് ബീച്ചിൽ സ്ത്രീകൾ നട്ടപ്പാതിരയ്ക്ക് നടക്കുന്നു എന്നാണ്. ഇവിടെ അനാശാസ്യം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ അവർക്ക് സ്ത്രീ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഇവിടെ നിങ്ങൾക്ക് സ്ത്രീകളെ പറ്റി അത്രയ്ക്ക് കൺസേൺ ഉണ്ടെങ്കിൽ അവരെ രാജ്യം ഭരിക്കാൻ വിടൂ, അവരെ സമരം ചെയ്യാൻ വിടൂ, അല്ലെങ്കിൽ അവരെ ചുംബിക്കാൻ വിടൂ. നമ്മൾ കത്തിൽ പോലും ആണ് കല്യാണം കഴിക്കുന്നു, പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ്. ആണ് ഉമ്മ വെക്കുന്നതിൽ ഇഷ്യൂ ഇല്ല. അതുകൊണ്ടാണ് റേപ്പിന്റെ പേരിൽ ഇവിടെ വേറെ അടിച്ചു പൊളിക്കാനും ആരും പോയിട്ടില്ല. നമ്മൾ സ്ത്രീ കൂടെ പ്രണയത്തിൽ സ്ത്രീക്ക് കൂടെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അതായത് അവളുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അവളുടെ സെക്ഷുവാലിറ്റി അവൾ തീരുമാനിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു സമയമാണ് അവൾ പ്രണയത്തിൽ ഉണ്ടാവുന്നത്. അതാണ് എതിർക്കുന്നത്. ഇവിടുത്തെ ചുംബനം അല്ല എതിർക്കുന്നത്. ഇതിൽ സ്ത്രീ അങ്ങോട്ട് ചുംബിക്കും എന്നതാണ് ഇവരെല്ലാവരും. ഒരു മിനിറ്റ്, ഇത് ഏതെങ്കിലും ഒരു യുവമോർച്ചയുടെ പ്രശ്നമല്ല. അത് ഒറ്റ വൃന്ദ കാരാട്ടിനെ വെച്ച് നടക്കുന്ന ഒരു പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട്, സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. പോലീസ് ഈ കിസിംഗ് എന്ന് പറയുന്ന സമരം തടയാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റും ഈക്വലി പാട്രിയാക്കലാണ്. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, പാട്രിയാക്കിയെ ചെറുതായിട്ട് കുലുക്കുമ്പം ഉണ്ടാവുന്ന ഒരു വിഷമം. ഇവർ മനസ്സിലാക്കേണ്ടത് ഞാനൊരു അമ്മയുടെ മകനാണ്. ഞങ്ങളെ ആരും സംരക്ഷിക്കേണ്ട കാര്യമില്ല. സ്ത്രീക്ക് സംരക്ഷണം വേണ്ട. കേരളത്തിലെ സ്ത്രീകൾ ഞങ്ങളെ സഹോദരിയെ, ഞങ്ങളുടെ അമ്മയെ
സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക്. ആ ബാധ്യത സ്വയം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് സ്ത്രീകൾ തീരുമാനിക്കട്ടെ ആര് വേണം അതെന്ന്. ആരിൽ നിന്നാണ് സംരക്ഷണം സുഹൃത്തെ? ആരിൽ നിന്നാണ്? പുരുഷനായ താങ്കൾ പറയുന്നു പുരുഷന്മാരുടെ സംരക്ഷണം. ഞാൻ സൂചിപ്പിച്ചു, സാധാരണ വരുന്ന കുട്ടികളെ ചുംബിക്കാൻ നടക്കുന്ന ആളുകൾക്ക് ഇതിന്റെ വികാരം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരാവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സ്വാതന്ത്ര്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ സ്നേഹിക്കുന്ന പുരുഷനോട് ഞാൻ ഉമ്മ വാങ്ങുന്നതിനോ ഞാൻ കൊടുക്കുന്നതിനോ നിങ്ങൾ എന്തിന് പിന്നാലെ നടക്കുന്നു? അതായത് ഇങ്ങനെ സദാചാരവാദികളായ ആളുകൾ പിന്നാലെ നടക്കുന്നു. മാത്രമല്ല നിയമപരമായിട്ട് പോലും അത് തെറ്റല്ലെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിന്, ഞാനൊന്ന് ഹഗ് ചെയ്യുന്നതിന്, ഞാനൊന്ന് കിസ് ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാ പിന്നാലെ നടക്കുന്നത്? എൻ്റെ പിന്നാലെ നടക്കില്ല, ഞങ്ങൾ പിന്നാലെ നടക്കുന്നത്. അച്ഛനും അമ്മന്റെ ആവശ്യമുണ്ടോ? എന്ത് രീതിയിൽ നടക്കണമെന്ന് ആ പെണ്ണിന്റെ തീരുമാനമാണ് സുഹൃത്തെ. അവരുടെ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. ഞാൻ എന്റെ ഭർത്താവിനെ ചുംബിക്കുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, എന്റെ കാമുകനെ ഞാൻ ചുംബിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കോ പ്രശ്നമില്ല, പിന്നെ നിങ്ങൾ പ്രതികരിക്കുന്നു. ചുംബിക്കാൻ കുഴപ്പമില്ല, പക്ഷെ എന്താ പൊതുസമൂഹത്തിലാവരുത്, നിങ്ങൾക്ക് മറവെച്ച് വേണോ? വേറെ കുഴപ്പമൊന്നുമില്ല. നിയമത്തില് ആ കുട്ടി പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ ചുംബിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന്. നിങ്ങൾക്ക് എന്തിനാ ഇടപെടുന്നത്? ഈ അച്ഛനും അമ്മയും സമ്മതിച്ചും കൊണ്ട് ഈ കുട്ടി നടന്നു പോകുമ്പോൾ ഒരാൾ കയറി പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. സുഹൃത്തെ, ഇവിടെയാണ് നിങ്ങൾ മ്യൂച്വൽ കൺസെന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ. പരസ്പര സമ്മതം കയറി പിടിക്കുന്നത് റേപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലാതെ മ്യൂച്വൽ കൺസെന്റ്. നിങ്ങൾ ഉമ്മ എന്ന് പറയുന്നത് ആണ് പെണ്ണിന് കൊടുക്കുന്ന ഒരു സാധനം മാത്രമാണെന്നാണ് നിങ്ങൾ വിചാരം. ഇതുകൊണ്ട് നാളെ പ്രജീഷ്, എന്താ നമ്മുടെ ഒരു ഓഡിയൻസ് ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. പബ്ലിക്കിന്റെ മുമ്പിൽ ഇണചേരാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് മറുചോദ്യം പ്രജീഷിനോട് ചോദിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഇണചേരൽ കണ്ടുകൊണ്ട് നിൽക്കാനുള്ള സംയമനം പ്രജീഷിനുണ്ടോ? ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും.